നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും രോഹിത് ശർമ്മ. രണ്ടാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടെ തിരിച്ചു വന്ന രോഹിത് ശർമ്മ പക്ഷേ മൂന്നാം മത്സരത്തിൽ ഒരു റൺസ് എടുത്ത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. 2 പന്ത് മാത്രമാണ് ഹിറ്റ്മാൻ നേരിട്ടത്. ഓഫ് സ്റ്റംപ് ലൈനിലെത്തിയ മാർക്ക് വുഡിന്റെ പന്തിൽ ബാറ്റ് വെച്ച് വിക്കറ്റ് കീപ്പർ ഫിൽ സോൾട്ടിന് ക്യാച്ച് നൽകിയാണ് രോഹിത് മടങ്ങിയത്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തി എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ സെഞ്ചുറിക്ക് തൊട്ടു പിന്നാലെയുള്ള മത്സരത്തിൽ വീണ്ടും നിരാശപ്പെടുത്തിയതോടെ രോഹിത് ഫോമിലേക്ക് എത്തിയെന്ന് പറയാനാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. രോഹിത്തിന്റെ സമീപകാല പ്രകടനങ്ങളിൽ കട്ടക്കിൽ നേരിയ സെഞ്ചുറി മാത്രമാണ് അല്പം ആശ്വസിക്കാനുണ്ടായിരുന്നത് രോഹിത്തിനെ സംബന്ധിച്ച്. ഇപ്പോൾ അഹമ്മദാബാദിൽ വീണ്ടും ഫ്ലോപ്പ് ആയതോടെ രോഹിത്തിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാകൊണ്ടിരിക്കുകയാണ്. രോഹിത് ശർമ്മ മികച്ച പേസർമാർക്ക് മുന്നിൽ പതറുന്നതാണ് സമീപകാല പ്രകടനങ്ങളിൽ നിന്നും കാണാനാകുന്നത്. മാർക്ക് വുഡ് ശരാശരി 145 മുകളിൽ വേഗതയിൽ പന്തെറിയുന്നയാളാണ്. രോഹിത്തിന്റെ ശരീരത്തേക്ക് എത്തുന്ന അതിവേഗ പന്തുകൾ താരം പതറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. തന്നെ ബോളർമാർ ശരീരത്തിലേക്ക് ഇറങ്ങി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് രോഹിത് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാം ഏകദിനത്തിൽ മികച്ച ടൈമിങ്ങോടെ കളിച്ച രോഹിത് സിഗ്നേച്ചർ പുൾ ഷോട്ടുകൾ അടക്കം കളിച്ച് കൈയടി നേടിയിരുന്നു. എന്നാൽ മൂന്നാം ഏകദിനത്തിൽ രോഹിത്തിന് വുഡിന്റെ ആദ്യ പന്തിൽ തന്നെ പുറത്താകേണ്ടി വരികയായിരുന്നു. മികച്ച വേഗതയിലെത്തുന്ന പന്തുകളിൽ ഇന്ത്യൻ നായകൻ പതർന്നത് ഇന്ത്യക്ക് ആശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് ഇന്ത്യക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. രോഹിത്തും ഗില്ലും ചേർന്ന് നൽകുന്ന മികച്ച തുടക്കം ഇന്ത്യ വലിയ പ്രതീക്ഷ വയ്ക്കുന്നതാണ്. എന്നാൽ നിലവിലെ രോഹിത്തിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ താരം ഫോമിലേക്ക് എത്തി എന്ന് പറയാനായിട്ടില്ല. ആദ്യ 2 മത്സരവും ജയിച്ച ഇന്ത്യ മൂന്നാം ഏകദിന മത്സരത്തിൽ പരമ്പര സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതിയിരിക്കുന്നു. ആദ്യ 2 മത്സരത്തിലും വിക്കറ്റ് കീപ്പറായി കളിച്ച KL രാഹുലിന് പകരം ഋഷഭ് പന്ത് ടീമിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു. ഋഷഭ് പന്തിന് അവസരം നൽകിയില്ല. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രാഹുലിന് തന്നെ തുടർ അവസരം നൽകുകയായിരുന്നു. ആദ്യ 2 മത്സരത്തിലും മധ്യനിരയിൽ കളിച്ച രാഹുലിന് ബാറ്റിംഗിൽ ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം മത്സരത്തിൽ താരത്തിന് തുടരാൻ അവസരം ലഭിച്ചത്. 5-ാം നമ്പറിൽ ഇന്ത്യ പരീക്ഷിച്ച ഇടം കൈ താരമായ അക്ഷർ പട്ടേൽ ബാറ്റ് കൊണ്ട് മികവ് കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഋഷഭ് പന്തിനെ ചാമ്പ്യൻസ് ട്രോഫിയിലും പരിഗണിക്കാൻ സാധ്യത കുറവായിരിക്കും. ബെഞ്ചിലിരിക്കാൻ ഋഷഭ് നിർബന്ധിതനാകുമെന്നും ഉറപ്പായി കഴിയും. മൂന്നാം ഏകദിനം വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമായിരുന്നു. എന്നാൽ പ്രതീക്ഷ തെറ്റിച്ചില്ല. 55 പന്തിൽ 52 റൺസ് കുറിച്ചാണ് വിരാട് കോഹ്ലി തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ബാറ്റ് ചെയ്തത്. സമീപകാല ഫോം എല്ലാം തന്നെ വിരാട് കോഹ്ലിക്ക് എതിരായിരുന്നു. പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാകാതെ കോഹ്ലിക്ക് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് മികവ് തെളിയിക്കാനുള്ള അവസരം കൂടിയായി മാറിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിലെ ഇന്നിംഗ്സ്. എന്തായാലും ഭേദപ്പെട്ട റെക്കോർഡുള്ള കോഹ്ലിക്ക് ഹാഫ് സെഞ്ചുറി പ്രകടനത്തോടെ വിമർശകരുടെ വായടപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വരും മത്സരങ്ങളും കോഹ്ലിയെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ്.